ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തന്നെ ശബരിമലയിലെ സ്ട്രോങ് റൂമിലെ ഉരുപ്പടികളുടെ കണക്കെടുപ്പും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. റിട്ടയർഡ് ജസ്റ്റിസായ TK ശങ്കരനാണ് ഈ പരിശോധനയ്ക്കൊക്കെ തന്നെയും നേതൃത്വം നൽകുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശോധനയായിരിക്കും സന്നിധാനത്ത് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഈ ദ്വാരപാലക ശില്പ വിവാദത്തിൽ അന്നത്തെ ബോർഡ് കുറ്റവിമുക്തരാണ് എന്നാണ് PS പ്രശാന്ത് അവകാശപ്പെടുന്നത്. ശബരിമലയിൽ ഓരോ വർഷവും ഭക്തർ അയ്യന് അമൂല്യങ്ങളായ വസ്തുക്കളാണ് കാഴ്ചയായി സമർപ്പിക്കുക. ദേവസ്വം മഹസർ രേഖപ്പെടുത്തിയിട്ടുള്ള ഇവയൊക്കെ തന്നെ സ്ട്രോങ് റൂമിലും ഉണ്ട് എന്ന് ആവർത്തിച്ച് ഉറപ്പാക്കുകയാണ് പരിശോധനയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. നടപടിക്രമങ്ങളിൽ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ, ശബരിമല സ്പെഷ്യൽ ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, ദേവസ്വം സ്മിത്ത്, ദേവസ്വം വിജിലൻസ് പ്രതിനിധി എന്നിവർക്ക് മാത്രമാണ് സ്ഥലത്തേക്ക് പ്രവേശനമുള്ളത്. നവീകരണം പൂർത്തിയാക്കി തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പങ്ങളും പരിശോധിക്കും. 2 ദിവസം കൊണ്ട് ശബരിമലയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ശബരിമലയുടെ ആറന്മുള സ്ട്രോങ് റൂമിലേക്കും പരിശോധനയെത്തും. അതേസമയം മുൻ AO മുരാരി ബാബുവിന് പിന്നാലെ കൂടുതൽ പേർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. വിരമിച്ച ജീവനക്കാരും ഇതിൽ ഉൾപ്പെടും. ഈ അന്വേഷണ സമിതി കണ്ടെത്തുന്ന ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വെള്ളപൂശാനോ ദേവസ്വം ബോർഡില്ല. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിക്രമങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. പരിശോധനകൾക്കായി റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരൻ ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് പമ്പയിലെത്തിയത്. തുടർന്ന് ഇന്ന് രാവിലെ 7-ന് മല കയറി. ഹൈക്കോടതി ഇടപെടലിലൂടെ ശബരിമല വിവാദത്തിലെ ചെമ്പ് തെളിയും എന്ന് തന്നെയാണ് പ്രതീക്ഷ. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.